നമസ്കാരം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതായത് വീണ വിജയനെ രക്ഷിക്കാൻ BJPയിലെ ഒരു MLA അടക്കം ചില നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത. അത് പ്രസിദ്ധീകരിച്ച അധിക സമയമായില്ല, അതിനു മുമ്പ് തന്നെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു, സമൻസ് കൊടുത്തിരിക്കുന്നു. 29-ാം തീയതി, ഈ വരുന്ന മാസം 29-ാം തീയതി 10:30 മണിക്ക് എറണാകുളം പനമ്പള്ളി നഗറിലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലെത്താൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇപ്പോഴുണ്ടായ ഡെവലപ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഷോൺ ജോർജ് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആളാണ് ഷോൺ ജോർജ്. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം, പോരാട്ട വീര്യം, അതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ എന്നോ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു കേസായിരുന്നു. ജോമി തോമസ് എന്ന് പറയുന്ന മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ്, ഡൽഹി ബ്യൂറോ ചീഫാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് പ്രകാരം വീണ വിജയന് 1,73,00,000 കൊടുത്തു എന്നുള്ള വാർത്തയാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. അതിൽ ആദായ നികുതി കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചെങ്കിൽ അത് അട്ടിമറിക്കപ്പെട്ടുവോ, 2020 എൻഫോഴ്സ്മെൻറ്റ് യാതൊന്നും ചെയ്തില്ല. ഇത് കൃത്യമായി SFIO അന്വേഷിക്കേണ്ടതാണെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ, അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസ് ഇവിടെ വരെ എത്തിയത്. PC ജോർജിനെ കേരളത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ അടുത്ത ബന്ധമുള്ള, പിണറായി വിജയനോട് പോലും നല്ല ബന്ധമുള്ള PC ജോർജിനെ കള്ളക്കേസിൽ കുടുക്കി 100 കണക്കിന് പോലീസുകാരെ വീട് വളഞ്ഞ് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രംഗം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വലിയ വിഷമമുണ്ടാക്കി, ഞെട്ടലുണ്ടാക്കി. അതോടൊപ്പം അന്ന് ചെയ്ത പ്രവർത്തികളെല്ലാം ഒരു നേതാവിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ വിനോദമാണ് പിണറായി വിജയൻ നടത്തിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതേ നാണയത്തിൽ കൃത്യമായി തെളിവോടുകൂടി പിണറായി വിജയനെയും മകളെയും പൂട്ടാൻ വേണ്ടി നമ്മുടെ ഷോൺ ജോർജ് ഇറങ്ങിയത്. അത് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്ത് എത്തിയോണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ മാസത്തിൽ പിണറായി വിജയനെയും മകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നത് നടക്കില്ല. കാരണം പിണറായി വിജയനെയും വീണ വിജയനെയും അതേപോലെ വിവേക് തായ്ക്കണ്ടിയെല്ലാം രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് BJP ആണെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ലാവ്ലിൻ കേസ് കഴിഞ്ഞ കുറേ കാലമായി അട്ടിമറിച്ച് കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണവും ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തതിൻ്റെ പിന്നിൽ ഇവിടെയുള്ള ചില BJP നേതാക്കന്മാരാണ്. മാത്രമല്ല അമിത്ഷായൊക്കെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യണം, അത് മാറ്റണം. ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് 5 സീറ്റ് കേരളത്തിൽ ഞാൻ പിടിച്ചു തരാം. പക്ഷേ കൃത്യമായി ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് SFIOയും കൃത്യമായി അന്വേഷണം നടത്തി വീണ വിജയനെയും പിണറായി വിജയനെയും വിവേക് തായ്ക്കണ്ടി അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. കൃത്യമായി തെളിവ് സഹിതമാണ് ഞാൻ കൊടുത്തത്. ആ തെളിവുകൾ കൃത്യമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ വീണ വിജയൻ അറസ്റ്റിലാവും, പിണറായി വിജയൻ അറസ്റ്റിലാവും, മകൻ അറസ്റ്റിലാവും. കാരണം പണ ഇടപാടുകൾ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് വഴിയാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ ഡയറക്ടറാണ് പിണറായി വിജയൻ്റെ മകൻ. അതായത് കോടാനുകോടി രൂപയുടെ നിക്ഷേപമുള്ള ഒരാളായതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകന് അവിടെ സംരക്ഷണം കിട്ടുന്നത്. നമുക്കറിയാം MA യൂസഫ് അലിയാണ് ഇവരെല്ലാം രക്ഷിക്കാൻ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിനും ഇവർ ആരായിട്ട് ബന്ധമുണ്ട്? അമിത്ഷായായിട്ടും നരേന്ദ്രമോദിയായിട്ടും ബന്ധമുണ്ട്. എന്തായാലും ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ അടി ഏറ്റിരിക്കുന്നു. കേന്ദ്ര BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് പിണറായി വിജയൻ കൂടെ നിന്നാൽ അങ്ങനെ, അതല്ല പിണറായി വിജയൻ അകത്താക്കാനാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഷോൺ ജോർജ് കൊടുത്ത സ്ട്രാറ്റജി രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഡൽഹിയിൽ കൊടുക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ 5 സീറ്റ് പിടിച്ചു തരാം ഉറപ്പായിട്ട് അടുത്ത ഭരണത്തിൽ, അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ 5 ലോക്സഭാ സീറ്റ് ഞാൻ പിടിച്ചിരിക്കും. പക്ഷേ വീണ വിജയനെയും പിണറായി വിജയനെയും വിവേക് തായ്ക്കണ്ടിയെയും കൃത്യമായി നിയമത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം, അല്ലാതെ രക്ഷിക്കുന്ന പരിപാടി പറ്റില്ല. കൃത്യമായി നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്, നടപടിയായി മുന്നോട്ട് പോകണം. അത് ഏറ്റു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ തവണ വീണ വിജയനെ ചോദ്യം ചെയ്തിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബുധനാഴ്ച തിരുവനന്തപുരത്ത് ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്കിൽ റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിൽ HDFC ബാങ്കിലെ ലോക്കറിൽ ഒരു വസ്തുവും വീണ വിജയൻ്റെ ലോക്കറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അതെല്ലാം കടത്തിക്കൊണ്ടുപോയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ED പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വിവരം കൂടി കിട്ടുകയാണ്. അതായത് HDFC ബാങ്കിൽ നേരത്തെ തന്നെ വീണ വിജയൻ ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവിടുത്തെ CCTV ദൃശ്യങ്ങളും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരികയാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വീണ വിജയൻ കഴിഞ്ഞ തവണ കൊടുത്ത മൊഴിയിൽ പറയുന്നത് താൻ കുറ്റവാളിയല്ല, എനിക്കിതൊന്നും അറിയില്ല,
അപ്പം ആരാണ് ഇടപാട് നടത്തിയിട്ടുള്ളത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് കൃത്യമായി ക്യാഷ് കൊടുത്തിട്ടുണ്ട്. PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് കൃത്യമായി രേഖകളിലുണ്ട്. പിണറായി വിജയൻ എന്ന് എഴുതിയിട്ടുണ്ട്, PV എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അദ്ദേഹം 5000 കോടി രൂപയിൽ മേലെ പിണറായി വിജയൻ ഈ CMRL കമ്പനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, നിങ്ങൾക്ക് മെറ്റീരിയൽ ഞാൻ തരാം, പക്ഷേ എനിക്ക് പണം കിട്ടണം, എത്ര മെറ്റീരിയൽ ഞാൻ വീട്ടിലെത്തിച്ചു തരും, സ്ഥാപനത്തിൽ എത്തിച്ചു തരും, പക്ഷേ എനിക്ക് സാധനം കിട്ടണം, KMRലേക്ക് വരണ്ട, അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയിലേക്ക് വരണ്ട ലോറികൾ, ഒരു ലോറി അങ്ങോട്ട് പോകും, ഒരു ലോറി ഇങ്ങോട്ട് പോകും, അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പോലീസ് സംവിധാനത്തോട് കൂടിയിട്ടാണ് മെറ്റീരിയൽ എല്ലാം പിണറായി വിജയൻ കടത്തി കൊടുത്തത്. അവർക്ക് മെറ്റീരിയൽ വേണം, ഇവിടെ അതെല്ലാം രക്ഷയില്ല, കൈക്കൂലി കൊടുക്കാതെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് CMRL അറിയാം. അവരെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്ഥാപനം നടത്തണ്ടേ? തൊഴിലാളികളല്ലേ അല്ലേ, വലിയൊരു പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ അതിന് ആവശ്യമുള്ള മെറ്റീരിയൽ ഇലിമിനേറ്റ് ആണ് അവർക്ക് വേണ്ടത്, വേറൊരു മെറ്റീരിയൽ ആ ഇലിമിനേറ്റ് അവിടുന്ന് കടത്തി കൊടുക്കുക എന്നുള്ളത് ആണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് അവിടെ ചവറയിലും ഇത് തന്നെയാണ് വേണ്ടത്, പക്ഷേ അവിടേക്ക് ഒരു ലോറി വരുമ്പോൾ ഒരു ലോറി ഇങ്ങോട്ട് പോകും. അങ്ങനെയാണ് പിണറായി വിജയൻ ഇവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കഴിഞ്ഞ 10 വർഷം കൊടുത്തത്. അതിലൂടെ ഏറ്റവും ചുരുങ്ങി 5000 കോടിയിൽ മേലെ പിണറായി വിജയൻ അടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ് വീണ വിജയൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ലേ, ഒരു ഷെൽ കമ്പനി രൂപീകരിച്ചു, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അതായത് പിണറായി വിജയൻ പ്രതിയാകുന്നു, വീണ വിജയൻ അറസ്റ്റിലാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എത്ര നാൾ കള്ളനായി രക്ഷപ്പെട്ടാലും ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു അടയാളം എവിടെയായാലും ദൃശ്യം അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നുള്ള രൂപത്തിലുണ്ടായിരിക്കും. ഇതിപ്പോൾ പിണറായി വിജയനെ കൃത്യമായി BJP കൈവിടാൻ പോകുന്നു. അതിന് കാരണം ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ് പറഞ്ഞിരിക്കുക, അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ 5 സീറ്റുകൾ, ലോക്സഭാ സീറ്റുകൾ ഞാൻ പിടിച്ചു തന്നിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ പിണറായി വിജയനെ, അതേപോലെ വീണ വിജയനെ, വിവേക് തൈക്കണ്ടി ഇവരെ പേരിലുള്ള കേസ് കൃത്യമായി അന്വേഷിക്കണം. അന്വേഷിച്ച് നിയമപരമായിട്ട് കൃത്യമായ രേഖകൾ പ്രകാരം അറസ്റ്റിലാക്കണം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസിലേക്ക്, മറ്റൊരു കേസിൽ നിന്ന് മറ്റൊരു കേസിലേക്ക്, അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന 5-10 വർഷം കേരളത്തെ അടക്കിവാണ് 28 വർഷമായി CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിച്ച് കേരളത്തിനെ മൊത്തത്തിൽ ഭരിച്ച പിണറായി വിജയൻ്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു. സ്വന്തം മകളെയും മകനെയും അടക്കം അറസ്റ്റ് ചെയ്ത്, ഭാര്യയും അടക്കം അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അവർക്ക് പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കി അവരെ അവിടെ കഴിയേണ്ടി വരുമെന്ന് നമ്മുടെ PC ജോർജ് മുമ്പ് പറഞ്ഞത് ശരിയായി വരികയാണ്. നമുക്കറിയാം, സ്വപ്ന സുരേഷിൻ്റെ മൊഴി പ്രകാരം 33 തവണ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അത് അവർ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിൽ. അവർ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനാണ് മുഖ്യപ്രതി, വീണ വിജയനാണ് മറ്റൊരാൾ, അതേപോലെ അവരുടെ അമ്മയാണ് മറ്റൊരാൾ, അതേപോലെ മറ്റൊരാളാരാണ്, വിവേക് തൈക്കണ്ടിയാണ്. ഇവരെല്ലാവരും വിദേശത്ത് കണ്ടമാനം നിക്ഷേപങ്ങളുണ്ടെന്നുള്ള വിവരവും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്താണോ പറഞ്ഞത് അതെല്ലാം സത്യമാണെന്ന് ഷോൺ ജോർജും അതേപോലെ വീണ വിജയനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനാണ് പിണറായി വിജയനെ കുറിച്ച് ആദ്യമായിട്ട് വെട്ടിപ്പൊട്ടിച്ചത്. 2005 ലാവ്ലിൻ കേസിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രേഖകൾ പുറത്തുവിട്ടു. അതിൽ എനിക്ക് ആരാ തന്നത്? ബാലാനന്ദ് എന്ന് പറയുന്ന CATയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ലാവ്ലിൻ കേസിൽ നടന്ന ഏകദേശം 350 കോടിയോളം രൂപ തട്ടിയെടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്ന് പുറത്തു കൊണ്ടുവന്നത്. അന്ന് 250 കോടി രൂപയുടെ അഴിമതി നടത്തിയ പിണറായി വിജയൻ പിടിച്ചു നിന്നു. പലതരത്തിൽ ജഡ്ജിനടക്കം കൈക്കൂലി കൊടുത്തു എന്നുള്ള ആരോപണമുണ്ടായി. അങ്ങനെ പിണറായി വിജയൻ അത് സുപ്രീം കോടതി നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുതരാം, കഴിഞ്ഞ 8-9 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് അട്ടിമറിച്ചത് BJP ഗവൺമെൻറ്റാണ്. ഓരോ തവണയും തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, അവിടെ ഒന്ന് പറയുകയാണ്, കാല് പിടിച്ച് പറയുകയാണ്, അയ്യോ പിണറായി വിജയൻ്റെ ഈ കേസ് ഒന്ന് മാറ്റി വെക്കണേ, ഞങ്ങൾക്ക് ഒരു 3 മാസം അങ്ങോട്ട് മാറ്റി വെക്കണേ, ഞങ്ങൾക്ക് സമയമില്ലേ എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഇത്തരം അഴിമതി കേസുകൾ നിർബന്ധപൂർവ്വം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം, നമുക്കറിയാം കേരള ഗവർണറായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിധിയുണ്ട്. അച്യുതാനന്ദൻ വേഴ്സ്, നമ്മുടെ ബാലകൃഷ്ണ പിള്ള കേസ്, അതിൽ വിധി പറഞ്ഞുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞത് ഇത്തരത്തിൽ അഴിമതി കേസ് വെച്ചിരിക്കാൻ പാടില്ല. ഇവിടെ ലാവ്ലിൻ കേസ് എത്ര കാലമായി കിടക്കുന്നു, അതിലെ സാക്ഷികൾ കുറേ ആൾ മരിച്ചു, പ്രതികൾ മരിച്ചു, ഇനിയും നീട്ടി പോകാൻ പറ്റില്ല. പിണറായി വിജയൻ 81 വയസ്സായി. നമുക്കറിയാം, ഇതൊരു 6 മാസം കൊണ്ട് അതിന് വിചാരണ പൂർത്തിയാക്കി പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാനുള്ള കേസാണ്.
അപ്പോൾ ആ കേസിൽ 4 പ്രതികൾ ഇതിനകം മരിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം മറ്റു പ്രതികളും മരിക്കാൻ കിടക്കുകയാണ്, അല്ലെങ്കിൽ വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പം ഈ വയസ്സാം കാലത്ത് അവർക്ക് ജയിൽ പോകാനുള്ള വിധിയുള്ളതുകൊണ്ടായിരിക്കാം അത് ആ കേസ് ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, പിണറായി വിജയൻ ജയിലിലാകും, വീണ വിജയൻ ജയിലിലാകും, അതേപോലെ വിവേക് തായ്ക്കണ്ടി ജയിലാകും. അങ്ങനെ ആ തായ്ക്കണ്ടി തിരുട്ട് കുടുംബം മൊത്തത്തിൽ ജയിലിലേക്ക് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ സമൻസ് വന്നിരിക്കുന്നു. 29-ാം തീയതി 10:30 മണിക്ക് ചോദ്യം ചെയ്യണം വീണ വിജയന്. അതോടൊപ്പം കഴിഞ്ഞ തവണ കൊടുത്ത മൊഴിയിൽ ഞാനല്ല ചെയ്തത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതി എന്ന് വീണ വിജയൻ മൊഴി കൊടുത്തിരിക്കുന്നു ഇൻഡയറക്റ്റ് ആയിട്ട്. അതെന്താ അതിനർത്ഥം? പിണറായി വിജയനും ഇതിൽ പ്രതിയാകാൻ പോവുകയാണ്, പിണറായി വിജയനും അറസ്റ്റിലാകാൻ പോവുകയാണ് എന്നുള്ള സത്യം നമ്മളെ തുറച്ചു നോക്കണേ. കള്ളക്കേസിൽ കുടുക്കി എന്നെയൊക്കെ ജയിലിലടച്ചുള്ള പിണറായി വിജയന് യഥാർത്ഥ കേസിൽ ജയിലടയ്ക്കാൻ നേതൃത്വം കൊടുത്ത, ഫൈറ്റ് ചെയ്ത ഷോൺ ജോർജിന് അഭിനന്ദനം രേഖപ്പെടുത്താൻ ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.